അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? 23 വയസ്സ് മാത്രം പ്രായമുള്ള ഫസീല എന്ന് പറയുന്ന പെൺകുട്ടി ഭർത്തൃ വീട്ടിലെ പീഡനം സഹിക്കവയ്യാതെ ജീവനൊടുക്കി എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ ഗർഭിണിയായിരുന്നു എന്നാണ്. മൂത്ത കുട്ടിക്ക് ഏതാണ്ട് 10 മാസം മാത്രം പ്രായമുള്ള സമയത്ത് രണ്ടാമതും ഗർഭിണിയായി ഒരുപാട് വേദന സഹിക്കവയ്യാതെ, പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഒരാളും തുണയില്ല എന്ന് തോന്നിയപ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായിട്ടാണ് നമ്മളൊക്കെ അറിഞ്ഞത്. ഇപ്പോൾ സ്വന്തം ഉമ്മക്ക് അയച്ചൊരു വാട്സപ്പ് മെസ്സേജ്, അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇങ്ങനെ വൈറലാകുന്നുണ്ട്. അതിൽ ആ പെൺകുട്ടി പാവം അതിങ്ങനെ പറയുന്നുണ്ട്, ഉമ്മ ഭർത്താവ് വല്ലാതെ ഉപദ്രവിക്കുന്നു, അല്ലെ ഗർഭിണിയായിരുന്നപ്പോൾ പോലും പെൺകുട്ടിയുടെ വയറ്റിൽ ചവിട്ടി എന്നുള്ള സംഗതികളൊക്കെ പറയുന്നുണ്ട്. അറബന അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവം, ഇതൊന്നും താങ്ങാൻ പറ്റണില്ല, സഹിക്കാൻ പറ്റാതെ ഭർത്താവിൻ്റെ കഴുത്തിന് ഞാൻ കയറി പിടിച്ചുപോയി, അമ്മായിയമ്മയും എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, എൻ്റെ കൈ പിടിച്ച് ഒടിച്ചു കളഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, അതുപോലെ തന്നെ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് പോലും ആ പെൺകുട്ടി രേഖപ്പെടുത്തിയതായി നമ്മൾ കാണുന്ന ആ ഒരു ചാറ്റ് സ്ക്രീൻഷോട്ട്. എത്രമേൽ വേദനാജനകമാണ് അതൊക്കെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ അല്ലേ? പ്രതിസന്ധികളിൽ തളരാത്തൊരു മനസ്സ് നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു, നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്ക് അല്ലാഹു സമ്മാനിക്കട്ടെ. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഒരു 2 കൊല്ലം അല്ലേ, 2 കൊല്ലം ആയിട്ടില്ല അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. അതിനിടയിലും ദൂരം പ്രശ്നങ്ങൾ, എത്രമാത്രം വേദനകൾ അല്ലേ, എത്രമാത്രം വേദന ആ കുട്ടി സഹിച്ചിട്ടുണ്ടാകണം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ. ഇന്നിപ്പോഴതാ 29 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ ഭർത്താവ്, അതുപോലെ ഭർത്താവിൻ്റെ ഉമ്മയൊക്കെ പോലീസ് കസ്റ്റഡിയിലായി എന്നുള്ള വാർത്തയും നമ്മളിങ്ങനെ അറിഞ്ഞു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രക്ഷിതാക്കളാകട്ടെ, വിവാഹം കഴിക്കാൻ പോകുന്നവരാകട്ടെ, നമ്മളൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്താണ് വിവാഹം, എന്തിനാണ് വിവാഹം, എങ്ങനെയാണ് വിവാഹം എന്നൊക്കെ കൃത്യമായൊരു ബോധവൽക്കരണം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന സ്റ്റഡി ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം കണ്ടിട്ടാണ് മക്കൾ പലപ്പോഴും അവരുടെ ലൈഫിലേക്ക് കിടക്കുന്നത്. പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതം ഒരു പരാജയമായിരിക്കും അല്ലേ? അമ്മായിയമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ, അതായത് വാപ്പയും ഉമ്മയും തമ്മിലുള്ള അടിയും ഇടിയും ഒക്കെ കണ്ടിട്ടാണ് ഈ മക്കൾ ജീവിതത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഗതിയാണെന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മുസ്ലിം സമൂഹത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു മർമ്മപ്രധാനമായ കേന്ദ്രമാണ് മഹല്ല് സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നത് അല്ലേ? ഈ മഹല്ലിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. മഹല്ലിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മൾ നിക്കാഹിന് മുമ്പ് ഒരു പ്രീ മെറിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുന്നത്. പ്രീ മെറിറ്റൽ കൗൺസിലിംഗ് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ മുമ്പുണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ച് ജീവിതം തകർന്നു പോയവർ, ആത്മഹത്യയിലേക്ക് എത്തിയ ആളുകൾ എത്ര പേരാണ്, എത്ര കേസുകളാണെന്നറിയോ ദിനേന വരുന്നത്. ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ കല്യാണം കഴിച്ച് ഒരു 1-2 കൊല്ലം മാത്രമായ ആളുകൾ പ്രണയവിവാഹത്തിലൂടെ, അത്രയും പ്രണയം നിറഞ്ഞു നിന്നിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് പിന്നെ അടിയും ഇടിയും ഒരു സമാധാനവുമില്ലാതെ ഡിവോഴ്സിൻ്റെ വക്കീലെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് കൗൺസിലിംഗ് കിട്ടിയാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികപരമായ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക അടിത്തറയുള്ള പ്രീ മെറിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് മെറിറ്റൽ കൗൺസിലിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ, ഒരു ദീനി അടിത്തറയുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഒരു പരിധിവരെ തകർന്നു പോകാതെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റും. കുറേ ധാരണകളെ തിരുത്തി, തെറ്റിദ്ധാരണകളെ തിരുത്തി നല്ല ധാരണകൾ അവർക്ക് വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മഹല്ലിൻ്റെ വലിയൊരു ഉത്തരവാദിത്തമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന മഹല്ല് കമ്മിറ്റിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മഹല്ലിലൊരു തീരുമാനം കൊണ്ടുവരാം. ഇനി ഈ മഹല്ലിൽ നടക്കുന്ന കല്യാണങ്ങൾ മുഴുവനും പ്രീ മെറിറ്റൽ കൗൺസിലിങ്ങിന് ശേഷം മാത്രമേ നടക്കൂ, എങ്കിൽ മാത്രമേ ഖത്തീബ് ഇവിടെ നിന്ന് നിക്കാഹ് ചെയ്യാൻ വരൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഓരോ കമ്മിറ്റിക്കാരും എടുത്തിട്ട് കൃത്യമായി അതാത് മഹല്ലുകളിൽ കല്യാണത്തിന് മുൻപ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊരുമിച്ചിരുത്തിയിട്ട് കല്യാണം എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഭർത്താവ് ആരാണ്, ഭാര്യ ആരാണ്, അമ്മായിയമ്മ ആരാണ്, ഇങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് ജീവിതത്തിൽ വരുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യണം, ഇനി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സിനെ കുറിച്ച് പോലുമുള്ള അവബോധം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഈ പ്രീ മെറിറ്റൽ കൗൺസിലിങ്ങിലൂടെ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അത് ഇല്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കുറേ നെഗറ്റീവ് ചിന്തകൾ സാധാരണ പല പെൺകുട്ടികൾക്കും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അമ്മായിയമ്മ
അമ്മായിയമ്മ എന്ന് പറയുന്ന സാധനം തന്നെ ഏതാണ്ട് അന്യഗ്രഹത്തിൽ നിന്ന് വന്നൊരു ജീവിയെ പോലെ നമ്മൾ ചിന്തിച്ചിട്ടാണ് ജീവിതത്തിലേക്ക് കടക്കുന്നത് അല്ലേ. കെട്ടിയവൻ്റെ ഉമ്മ എങ്ങനെയായിരിക്കും? നമ്മൾ സീരിയലിലൊക്കെ കാണുന്ന തള്ളച്ചിമാരെ പോലെ ആയിരിക്കുമോ? ഇനി കല്യാണം കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ ചിലപ്പോൾ സ്വന്തം ഉമ്മാടെ വകയൊരു ഡയലോഗ് ഉണ്ടാവും. ഉമ്മ എന്താ പറയണേ? തള്ള ഇച്ചിരി മുറ്റാണെന്ന് തോന്നുന്നുണ്ട്, നീ ഒന്ന് മെരിക്കാൻ മതി. ആ വർത്തമാനത്തോടു കൂടെ തന്നെ മനസ്സിൽ നെഗറ്റീവ് ചിന്ത വന്നു പോയി. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല അല്ലേ. അതുപോലെ തന്നെ അമ്മായിയമ്മ, അതായത് ഭർത്താവിൻ്റെ ഉമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ മകളെ പോലെ തന്നെയാണ് എൻ്റെ മകൻ്റെ ഭാര്യ എന്നുള്ളൊരു ചിന്ത ഉമ്മക്ക് വേണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ മകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് 2 മാസമായെങ്കിൽ എന്താവും വിടാത്തവനെന്തോ മനുഷ്യനാണ്, അവിടുത്തെ ഒരു തള്ളയുണ്ട്, എന്ത് തള്ളയാണത്, എൻ്റെ മോളൊന്ന് വീട്ടിലേക്ക് വിട്ടുകൂടെ, 2 ദിവസം അവളൊന്ന് നിൽക്കട്ടെ. അപ്പോൾ സ്വന്തം മോൻ്റെ ഭാര്യയെ ചോദിക്കാൻ, ഉമ്മ ഞാനൊന്ന് 2 ദിവസം പോയി നിന്നോട്ടെ, പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ആര് നോക്കും, ഇവിടെ ദൂരം പണി കിടക്കണം, എനിക്കാണെങ്കിൽ നടുവേദനയും മറ്റേ വേദനയൊക്കെയാണ്, പിന്നെ എങ്ങനെ ഉണ്ടോ. അപ്പോൾ സ്വന്തം മോളോട് ഒരു തരത്തിൽ സംസാരിക്കുക, അതുപോലെ മകൻ്റെ ഭാര്യയോട് വേറൊരു തരത്തിൽ സംസാരിക്കുക, അങ്ങനെ ആകാൻ പാടില്ല. നിങ്ങൾ ഉമ്മയാകണം, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഉമ്മയായി മാറണം. അപ്പോഴാണ് ആ ജീവിതത്തിൽ നല്ലൊരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ കൃത്യമായൊരു കൗൺസിലിംഗ് കല്യാണത്തിന് മുൻപ് പ്രൈമറിറ്റിൽ കൊടുക്കുന്നതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഭർത്താവിൻ്റെ ഉമ്മക്കും വാപ്പക്കും ഭാര്യയുടെ ഉമ്മക്കും വാപ്പക്കും ഒക്കെ കൃത്യമായൊരു ബോധം ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഉമ്മയെ നോക്കേണ്ടത് മക്കളാണ്, അല്ലാതെ മകൻ്റെ ഭാര്യയല്ല. അത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പോൾ അവൾ നോക്കട്ടെ, നമുക്കിപ്പോൾ കെട്ടിയോൻ്റെ ഉമ്മാനെ നോക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അതിനകത്ത് നിങ്ങൾ നോക്കണ്ടെന്നല്ല കേട്ടോ, നിങ്ങൾ നോക്കുക, അതിന് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഉത്തരവാദിത്തം മക്കൾക്കാണ്, മക്കൾ നോക്കണം. അല്ലാതെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് അവളിഞ്ഞ് ഉമ്മാനെ നോക്കിക്കോളൂന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവൾക്കൊണ്ടൊരു ഉമ്മായും പാപ്പായും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളാണ് പോയി അവരുടെ കാര്യം അന്വേഷിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യം അന്വേഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് പലയിടങ്ങളിലും ഈ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. പിന്നെ വിഷയങ്ങളിൽ ലൈഫ് പ്ലാനിങ് ആണ്. എനിക്ക് പരിചയമുള്ളൊരു കുടുംബമുണ്ട്, ഏതാണ്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയാണ്, ഞാൻ സ്ഥലം കൃത്യമായിട്ട് പറയണില്ല. ഒരു പെൺകുട്ടി, അവളുടെ വിവാഹം കഴിഞ്ഞു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു അവൾക്കൊരു 27 വയസ്സൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ആദ്യത്തെ പ്രസവം കഴിഞ്ഞു. ആ കുട്ടി പാല് കുടിക്കുന്നതിനിടയിൽ ഇവൾ വീണ്ടും ഗർഭിണിയായി. ആ പാല് കുടി നിർത്തേണ്ടി വന്നു, പിന്നെയും പ്രസവിച്ചു. രണ്ടാമത്തെ കുട്ടി പാല് കുടിക്കുന്നതിനിടയിൽ വീണ്ടും ഗർഭിണിയായി. ആ കുട്ടിയും പ്രസവിക്കപ്പെട്ടു. ഇതൊക്കെ പാല് കുടി നിർത്തിയിട്ടാണല്ലേ. നമുക്കറിയാമല്ലോ, അധികം പാല് കൊടുക്കാൻ പറ്റില്ല ഗർഭിണിയായി കഴിഞ്ഞാൽ. അങ്ങനെ ഈ 3ാമത്തെ കുഞ്ഞ് ജനിച്ച് 11 ദിവസം, കറക്റ്റ് 11ാമത്തെ ദിവസമായപ്പോൾ ഈ ഭർത്താവ് കടക്കണിയിൽ പെട്ടിട്ട് എന്നാണ് പറയപ്പെടുന്നത്, അല്ലാഹു കടക്കണിയിൽ പെട്ടിട്ട് ആത്മഹത്യ ചെയ്തു ഭർത്താവ്. ഈ 3 കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ പെൺകുട്ടി അനാഥമായൊരവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കി, എത്രമാത്രം ഗൗരവമുണ്ടത്. ലൈഫ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. കല്യാണം കഴിഞ്ഞ് അൽഹംദുലില്ലാ നമുക്കൊരു കുഞ്ഞായിട്ട് ഈ ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സ് തന്നെയാണ്. അതിനുശേഷം അവൾക്ക് ആവശ്യമായി, ഇന്നത്തെ കാലഘട്ടം പണ്ടത്തെ പോലെയൊന്നുമില്ല, നമ്മൾ വല്യാപ്പന്മാരുടെ വല്യമ്മമാരുടെ കഥ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്നത്തെ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ബോഡിയും ശരീരം കാര്യങ്ങളൊന്നുമില്ല. മെൻ്റലി അവർ പലപ്പോഴും വീക്കായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് കൊടുത്ത് അവരെ ഒന്ന് നല്ല ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അടുത്ത കുഞ്ഞിനെ നോക്കുക, മനസ്സിലായോ? അല്ലാതെ മറ്റു കുട്ടിയുടെ പാലുകൂടി പോലും നിഷേധിക്കുന്ന തരത്തിൽ അടുത്ത കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് ആ കുട്ടിയോട് കാണിക്കുന്ന നീതികേടാണ്. അതിന് കിട്ടേണ്ട ആ അവകാശത്തെ നിങ്ങൾ ഹനിക്കുകയാണ്. മാത്രമല്ല ലൈഫ് പ്ലാനിങ്ങും ഇല്ല. പിന്നെ ഒരുത്തൻ എന്നോട് പറഞ്ഞാണ്, ഇപ്പോഴല്ലേ ഉസ്താദെ പ്രസവിക്കാൻ പറ്റുള്ളൂ, ഇപ്പോൾ ഒരു 5-6 ഒന്ന് നോക്കുക, എന്നിട്ട് പിന്നെ റെസ്റ്റ് എടുക്കട്ടെ എന്നാണ്. എന്ത് മനുഷ്യന്മാരോടോ, എത്രമാത്രം മോശമാണ് വർച്ചാനൊക്കെ അല്ലേ. അപ്പോൾ ലൈഫ് പ്ലാനിങ് എന്ന് പറയുന്നൊരു സംഗതി കൃത്യമായിട്ട് നമുക്കൊക്കെ വേണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും എൻ്റെ ഇക്കാക്ക അങ്ങനെ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കണല്ലേ, ഞാൻ പോവുകയാണ്. എടോ, നമുക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് വേണം. സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളൊരു സംഗതിയുണ്ട്. അല്ലെങ്കിൽ സ്വന്തത്തോടൊരു ഇഷ്ടം വേണം ഇല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ മാത്രമുള്ളതല്ല എൻ്റെ ജീവിതം അല്ലേ. അതായത് ഒരു കാരണമില്ലാതെ എന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഞരമ്പ് മുറിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. നമ്മുടെ ഈ ഉപബോധ മനസ്സ് നമ്മൾ അതിനൊക്കെ പ്രേരിപ്പിക്കും, നമ്മുടെ നെഫ്സ് അതിന് വേണ്ടി പ്രേരിപ്പിക്കും നമ്മളെ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ നമ്മൾ പാകപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സംഗതി തവക്കുൽ എന്ന് പറയുന്നൊരു സംഗതിയാണ്. തവക്കുൽ, ഏത് പ്രതിസന്ധിയിലും എൻ്റെ കൂടെ എൻ്റെ റബ്ബ് ഉണ്ടാകും എന്നുള്ളൊരു ബോധം. അള്ളാഹ് എന്നെ കൈവിടൂല, എന്നെ പഠിച്ചത് എൻ്റെ റബ്ബാണ്, ഞാൻ അവൻ്റെ മാത്രം അടിമയാണ്, അല്ലാതെ വേറെ ആരുടെ അടിമയല്ല. ഞാൻ ഭർത്താവിൻ്റെ അടിമയല്ല, ഭാര്യയുടെ അടിമയല്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയുടെ അടിമയല്ല, വാപ്പയുടെ അടിമയല്ല, അള്ളാഹിൻ്റെ മാത്രം അടിമയാണ്. ബാക്കിയുള്ളിടത്തൊക്കെ സ്നേഹമാണ് വേണ്ടത്, അൺകണ്ടീഷണലായൊരു സ്നേഹം. ആദ്യം നമ്മളോടൊരു സ്നേഹം നമുക്ക് വേണം, സെൽഫ് റെസ്പെക്റ്റ്. അത് നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയാനും പാടില്ല. നമ്മുടെ ജീവിതം നശിപ്പിക്കപ്പെടുന്നതോടുകൂടെ അവിടെ നമ്മൾ ആശ്രയിച്ച് കഴിയുന്നൊരു കുഞ്ഞിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ. ഇപ്പോൾ ആ 10 മാസം പ്രായമുള്ള കുഞ്ഞനാഥമായില്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഉമ്മയുടെ പരിലാളനകൾ കിട്ടേണ്ട സമയത്ത് ആ കുഞ്ഞ് ഒറ്റപ്പെട്ടു പോവാണ്. എത്രമാത്രം ഗൗരവമുണ്ട് ഈ വിഷയത്തിന്.
അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഇസ്ലാമിൽ എപ്പോഴും ഒരു തേർഡ് സർക്കിളാണ് ഇസ്ലാം പ്രിഫർ ചെയ്യുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കലുമല്ല, ഭാര്യയുടെ വീട്ടിൽ നിൽക്കലുമല്ല, നിങ്ങൾക്കായൊരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചിട്ട് പോയത് അലിയാരുടെ കുടുംബ വീട്ടിലേക്കല്ല, അല്ലെങ്കിൽ ഫാത്തിമ ബീവിയുടെ കുടുംബ വീട്ടിലേക്കല്ല. അവർക്ക് മൂന്നാമതായൊരു വീട്, അതായത് അവരുടേത് മാത്രമായൊരിടം. എന്നിട്ട് എന്ത് ചെയ്യുക, ഉമ്മാനെ വാപ്പാനെയൊക്കെ പരിഗണിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക വരിക, എത്രമാത്രം സന്തോഷം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പിണക്കങ്ങളും പൂരികളൊന്നും ഉണ്ടാവില്ല എന്ന്. നിങ്ങൾക്കായൊരു സ്ഥലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മെയിൻ വിഷയം തന്നെയാണ്. ഇസ്ലാം അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ ഒറ്റയടിക്കത് പറ്റൂല്ലെങ്കിൽ നമ്മുടെ സർക്കിളിലേക്ക് പതിയെ ആ വാപ്പാനും ഉമ്മാനെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക അല്ലേ? അതിനെന്ത് വേണം? അതിനാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു പ്രീ മെറിറ്റൽ കൗൺസിലിംഗ് മസ്റ്റായി കല്യാണത്തിന് മുൻപ് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് സ്നേഹിക്കാൻ അറിയാൻ പാടില്ല. സ്നേഹം ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കും. ഒരു മിഥ്യാധാരണയാണ് കെട്ടികളോട് സ്നേഹം കാണിക്കാൻ പാടില്ല. എടോ അങ്ങനെയൊന്നുമല്ല. സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിന് വാല്യൂ ഉള്ളൂ, അല്ലാത്ത സ്നേഹത്തിന് വിലയില്ല. ഈ പല അവിഹിത ബന്ധങ്ങളുടെയും കഥ പറയുന്നിടത്ത് ചിലർ പറയാറുണ്ട്, ഞാൻ കഷ്ടപ്പെടുന്നത് അവൾക്ക് വേണ്ടിയാണ്, പക്ഷെ അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്നാണ്. പക്ഷെ അവൾ പറയണൊരു കാര്യമുണ്ട്, ഇന്ന് വരെ ആ സ്നേഹം ഞാൻ ആസ്വദിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, എന്നെ ഒന്ന് വിളിക്കില്ല, വിളിച്ചാൽ എൻ്റെ വിശേഷം ചോദിക്കൂല. അങ്ങനെ ഒരാളോട് ഞാൻ എന്തിന് സ്നേഹം കാണിക്കണമെന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട്. അടിസ്ഥാനപരമായി നമുക്ക് അള്ളാഹുവിൽ തഖ്വ വേണം, തവക്കുൽ വേണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇത്തരം വഴിതെറ്റലുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ മക്കളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ജനിക്കുമ്പോൾ തന്നെ കുറേ ധാരണകളുണ്ട്. കുറച്ച് നാളെ ഞാൻ കെട്ടിച്ചു വിടണം, ഇനി എന്താ പൈസ. എടോ, മക്കളെ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വളർത്തുന്നത്? ആണോ? മക്കളെ വളർത്തുന്നത് ബാധ്യത ഒഴിവാക്കാനാണോ? മക്കൾ ബാധ്യതയാണോ നിങ്ങൾക്ക്? ആ ചിന്ത ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളും മക്കളൊക്കെ തോറ്റു പോകുന്നത്. നമ്മുടെ മക്കൾ, നമ്മളെ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകേണ്ട മക്കൾ, അവർക്ക് നല്ലൊരു ഇണയെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അതിനു വേണ്ടി മാത്രമൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമല്ല. മനസ്സിലാവുന്നുണ്ട്? അവർ ജനിക്കുമ്പോൾ തന്നെ ഇവക ടെൻഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പെൺകുട്ടികൾ ഉള്ള മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. പക്ഷേ സന്തോഷിക്കേണ്ടത് ആരാ യഥാർത്ഥത്തിൽ? പെൺകുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളാണ്. ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്, എനിക്ക് 2 കുട്ടികളും പെൺകുട്ടികളാണ്, ഇന്നൊരെണ്ണം കൂടെ പെൺകുട്ടിയെ തരണേന്നാണ്. എടോ, ഇത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറെ സന്തോഷിക്കുന്ന കാര്യമാണ്. 3 പെൺമക്കൾ ഒരാൾക്ക് ജനിച്ച് നല്ല രീതിയിൽ വളർത്തി നല്ല ഇണയെ കണ്ടെത്തി കൊടുത്താൽ അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പെൺകുഞ്ഞുങ്ങളുള്ളവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. ആണായാലും പെണ്ണായാലും നല്ല നിലക്ക് വളർത്തുക, കേവലം ബാധ്യത തീർക്കാനല്ല. കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ വിളിച്ചു പറയുമ്പോൾ തന്നെ മാതാപിതാക്കൾ, നീ അതങ്ങനെ അങ്ങോട്ട് സഹിച്ച് ജീവിക്കുക എന്ന് പറയാൻ പാടില്ല. കൊച്ചു വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സ്നേഹത്തോട് ഉപദേശിക്കുക. പക്ഷേ ആ പെൺകുട്ടി അവിടെ തീരെ നിൽക്കാൻ പറ്റണില്ല, ആ പെണ്ണിൻ്റെ ജീവിതം, ആ കുട്ടിയുടെ ജീവിതം ആകെ തകരും എന്നൊരവസ്ഥയൊക്കെയാണ് നമ്മളെ വിളിച്ച് പറയണതെങ്കിൽ നമ്മളവിടെ ഉണ്ടാകണം. പല കുടുംബത്തിലുള്ള വിഷയം എന്താ? ആണുങ്ങൾക്കൊരു ധാരണയുണ്ട്, അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അവരൊന്നും ചോദിക്കൂല, മിണ്ടൂല, ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ആ ധാരണ പലപ്പോഴും ജീവിതം തകർക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു ബോധ്യം ഉണ്ടാകണം, എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ വാപ്പയും എൻ്റെ കൂടെ ഉണ്ടാവും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഒരാണ്, നട്ടലുള്ള ഒരാണാരാ? നിൻ്റെ ഭാര്യ പറയണം നിന്നെക്കുറിച്ച് നീ നല്ലവനാണെന്ന്. ആ ബോധ്യം എല്ലാ ആണുങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ കല്യാണത്തിന് മുൻപ് കൃത്യമായൊരു പ്രീമാരിറ്റൽ കൗൺസിലിങ് മഹല്ലടിസ്ഥാനത്തിൽ ദീനി ചുറ്റുപാടോടുകൂടെ കൊടുക്കുമ്പോൾ അതിന് വലിയ വാല്യൂ ഉണ്ട്. നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു നല്ല ചിന്ത നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത്തരം അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.